തിരുവനന്തപുരം കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെ ബേക്കറിയിലെ വെള്ളത്തിൽ ഷിഗല്ല വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ കാട്ടാക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി. കുടിവെള്ളം പരിശോധിക്കണമെന്ന പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തകരും KSRTC ATA ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കെത്തിയെങ്കിലും ശാസ്ത്രീയമായ പരിശോധന നടന്നില്ല. അതിനാൽ വെള്ളം ശുചിയാക്കണം എന്ന ആവശ്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉറച്ചുനിന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ടാങ്കുകൾ ശുചിയാക്കാമെന്ന് കൃത്യമായ ക്ലീനിംഗ് ഉറപ്പുവരുത്തുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കാട്ടാക്കട ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഷിഗല്ല എന്ന് പറയുന്ന മാരക രോഗത്തിന്റെ ഒരു അണുബാധ ഒരു ബേക്കറിയിൽ നിന്ന് കണ്ടെത്തുന്ന സ്ഥിതി നമ്മളെല്ലാം ആരോഗ്യ പ്രവർത്തകരും നവമാധ്യമങ്ങളിലൂടെയും വിവിധ വഴി ഈ നാടറിഞ്ഞതാണ്. ഇവിടെ വരുമ്പോൾ 2-3 ടാങ്കുകളും അതുപോലെ ചില കിണറുകളും വലിയ രൂപത്തിലുള്ള മലിനമായി കിടക്കുന്ന ക്ലീൻ ആക്കാത്ത രൂപത്തിലുള്ള മലിനമായ ജലമാണ് കാണാൻ സാധിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ജാഗ്രത ഇത്തരം ആവശ്യങ്ങളിൽ ഉണ്ടാകണമെന്ന് ATAയോട് വലിയ കർശനമായ രൂപത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. കൊല്ലത്ത് യാത്രക്കാരെ വരച്ച് പ്രിയദർശിനി ബസ് യാത്ര. കൊല്ലം കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി നിന്ന് പോവുകയായിരുന്നു. രാവിലെ 8:30 കുണ്ടറയിൽ നിന്നും പുറപ്പെട്ട ബസ് കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് മുമ്പിൽ എയർ ലീക്കിനെ തുടർന്ന് ബ്രേക്ക് ഡൗൺ ആയി നിന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് 25ഓളം യാത്രക്കാർ ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇവരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടെങ്കിലും ബസ് റോഡിൽ നിന്നതിനാൽ വൻ ഗതാഗത കുരുക്കാനുണ്ടായത്. പിന്നീട് കൊല്ലം ഡിപ്പോയിൽ നിന്നും മെക്കാനിക്കുകൾ എത്തി റിപ്പയർ ചെയ്ത ശേഷമാണ് ബസ് യാത്ര തുടർന്നത്. കൊല്ലത്തെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര കുണ്ടറ മുക്കടയിൽ ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. യാത്രയെക്കുറിച്ച് ഗവൺമെന്റ് പൂർണ്ണമായും പഠിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. സ്ത്രീ യാത്രക്കാരോടൊപ്പം മന്ത്രിയും ബസ്സിൽ കയറിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത്. സ്ത്രീകൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഭരണം കയറുന്നതിന് മുമ്പ് ഒരു 5 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ 5 വാഗ്ദാനങ്ങളും നിറവേറ്റി ആദ്യപടിയായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ 15-ാം തീയതി ചെയ്യും എന്ന് പറഞ്ഞത് നമ്മുടെ സർക്കാർ അത് ഇന്ന് തുടർന്നു. അതിൽ സ്ത്രീകൾക്കെല്ലാം വളരെ അഭിമാനമാണ്. സ്ത്രീകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18,000 രൂപയെ ഒരു വർഷം ആകുന്നത് ഇപ്പം 20,000 രൂപയ്ക്കകത്തത് ഒരു സേവിംഗ് ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റും. പിന്നൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു സേവനമാണ് ഈ 20,000 രൂപ ലാഭം കിട്ടുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു. സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ആദ്യ ദിനം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ വ്യക്തമായതായും അനീഷ് കുമാർ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന നിരവധി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയതിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. സത്യത്തിൽ ഒരു വഞ്ചനയുടെ ദിവസമാണ്. ഈ ദിവസത്തെ നമ്മൾ വഞ്ചനാ ദിനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താ സുഖല്ലേ? അവിടേക്കുള്ള KSRTC ബസ്സുകൾ കുടുംബസമേതം ശനിയാഴ്ച കയറാം, എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോരാ. 20-25 കിലോമീറ്റർ മാത്രം ദൂരപരിധിയില്ല ഓർഡിനറി ബസ്സുകൾ കയറി എങ്ങനെ ഫലം നടത്താൻ സാധിക്കും? ആ വിദ്യയില്ലെന്ന് പറഞ്ഞതാ. എന്റെ സതീശ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, നാണമില്ലാത്തവരെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് KSRTC ബസ്സിലാണ് നിങ്ങൾ പറഞ്ഞ ഈ തീർത്ഥാടനം നടത്താൻ സാധിക്കുക?